അരളിപ്പൂവ് കഴിച്ചു എന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരം. കടയിരിപ്പ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളത്. രക്തസാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വന്ന ശേഷമാകും കുട്ടികളെ ഡിസ്ചാർജ് ചെയ്യുക. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, ഈ അരളിപ്പൂവ് കഴിച്ച് ഉള്ള മരണങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സമയത്ത്, അത് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ഏതായാലും ഈ കുട്ടികളുടെ നില തൃപ്തികരം എന്ന് പറയുന്നത് ആശ്വാസമാണ്. എന്താണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? വീണ, ഇന്നലെ രാവിലെയാണ് സ്കൂളിൽ വെച്ച് ഇത്തരത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. തലവേദനയും ഛർദിലുമാണ് ആദ്യം കണ്ടത്. ആദ്യം അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ അരളിപ്പൂ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴി കഴിച്ചിരുന്നതായി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈ കുട്ടികളെ റെഫർ ചെയ്തു. എന്നാൽ അവരുടെ രക്ഷിതാക്കൾ എത്തി സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഇന്നലെ മുതൽ തന്നെ ICUവിലെ നിരീക്ഷണത്തിലാണ് ഇവർ ഉള്ളത്. എന്നാൽ അരളിപ്പൂ കഴിച്ചാൽ ഉണ്ടാവുന്നതായ മറ്റ് ഒരു ലക്ഷണങ്ങളും ഇതുവരെയും നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഇത് ഹാർട്ട് ബീറ്റ് കുറയാനുള്ള ഒരു സാഹചര്യമാണ്. അത്തരം ഹാർട്ടിനെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത്, അരളിപ്പൂവിൽ നിന്നുള്ള വിഷം. എന്നാൽ അത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങളും കാണിച്ചിട്ടില്ല. എന്നാൽ ഇവർ അരളിപ്പൂ കഴിച്ചിരുന്നു എന്ന ഒരു വിശ്വാസത്തിൽ, ഇല്ലെങ്കിൽ ആ ഒരു നിലയ്ക്ക് തന്നെയാണ് ഇവർക്ക് ഇപ്പോൾ നിരീക്ഷണങ്ങളും മറ്റ് ചികിത്സകളും മറ്റും ലഭ്യമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ 48 മണിക്കൂർ കൂടി ഇവർ നിരീക്ഷണത്തിൽ ഇരിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്, അവിടുത്തെ ആശുപത്രി അധികൃതർ എത്തിയിട്ടുള്ളത്. കാരണം ബന്ധുക്കളുമായി ആലോചിച്ചപ്പോഴും ഏതെങ്കിലും തരത്തിൽ പിന്നീടും ഒരു അപകട നിലയിലേക്ക് പോകാനുള്ള സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം ഒരു സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിനിയായ ഒരു സൂര്യ എന്ന ഒരു പെൺകുട്ടി ഈ സമാനമായ രീതിയിൽ അരളിപ്പൂ ഫോൺ ചെയ്യുന്നതിനിടെ കഴിച്ചിരുന്നു. അതിനുശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ 48 മണിക്കൂർ കൂടി കുട്ടികളെ നിരീക്ഷണത്തിൽ വെക്കാനാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ. സുധീഷ്, 2 സംശയങ്ങൾ കൂടി അവശേഷിക്കുകയാണ്. ഒന്ന്, ഈ അരളിപ്പൂവ് കുട്ടികൾ കഴിച്ചു എന്ന സംശയം അതെങ്ങനെ ഉണ്ടായി? 2, അരളിപ്പൂ കഴിച്ചതിൻ്റെതായ ഹാർട്ട് ബീറ്റ് കുറഞ്ഞില്ല, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്? ഇതിന് ആശുപത്രി അധികൃതർ മറുപടി നൽകുന്നുണ്ടോ? വീണ, ഇതിൽ 2 കാര്യമാണ്. ഒന്ന്, ഈ അരളിപ്പൂ തന്നെ കഴിച്ചിട്ട് അത് ഒരു വിഷബാധയിലേക്ക് കടക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ അരളിപ്പൂവിൽ തന്നെ അത് വിഷാംശം ഉള്ള ഭാഗം വ്യത്യസ്തമായിരിക്കും. ചില ഭാഗങ്ങളിൽ അത്തരം വിഷാംശം കാണില്ല. ചിലപ്പോൾ ആ പൂവിനോടൊപ്പമുള്ള ഒരു പൊടിയുണ്ട്, അതിലാവും വിഷാംശം കാണുക. അത്തരം സാഹചര്യങ്ങളാവാം ഒരു പക്ഷേ ഇതിന്റെ വ്യത്യസ്ത അനുഭവങ്ങൾ അരളിപ്പൂ കഴിച്ചവർക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണമായി ഇവർ വിലയിരുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഛർദിയും അതോടൊപ്പം തന്നെ കടുത്ത തലവേദനയും ഉണ്ടാക്കിയിരുന്നു. അത് ഹാർട്ട് ബീറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടും ഉണ്ടാകാം. എന്നാൽ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമുള്ള ഇവരെ നിരീക്ഷിച്ചതിൽ അത്തരമുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളും കാണുന്നില്ല. പിന്നീട് ഛർദിൽ പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതേ കാര്യത്തിൽ തന്നെ കൂട്ടിച്ചേർക്കേണ്ടത്, അരളിപ്പൂ കഴിച്ചു എന്ന് ഈ കുട്ടികൾ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടറിനോട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ പിന്നീട് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിരീക്ഷണം. ശരി സുധീഷ്, ഏതായാലും പരിശോധനാ ഫലം വന്ന ശേഷമാണ് ഇവിടെ ഡിസ്ചാർജ് ഉണ്ടാവുക എന്നറിയും. നമുക്ക് ഈ കാര്യത്തിൽ ഒരു വിദഗ്ധ അഭിപ്രായം കൂടി ചോദിക്കാം. ഒറ്റപ്പാലം NSS കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ പ്രമോദ് കുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ പ്രമോദ് കുമാർ, ഈ അരളിപ്പൂവിനെ സംബന്ധിച്ച് അടിമുടി ആശയക്കുഴപ്പമാണ്. അതായത് അരളിപ്പൂവിൽ അടിമുടി വിഷാംശമുണ്ട് എന്നുള്ളത്, അതിൻ്റെ ഏത് ഭാഗം നമ്മുടെ ഉള്ളിൽ പോയാലും അത് വിഷം ആണ് എന്ന തരത്തിലാണ് അരളിപ്പൂവിന് ഈ അടുത്ത കാലത്ത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നത്. പല മരണങ്ങൾ സംഭവിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണത്. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിലാവട്ടെ, അവർ തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്, അരളിപ്പൂവ് ഉള്ളിൽ പോയതിൻ്റെ ഫലമായിരിക്കാം എന്നുള്ളത്. പക്ഷെ അത് അല്ലാന്ന് ഈ കുട്ടികളുടെ കാര്യത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പരിശോധനാ ഫലം പുറത്തു വരാനിരിക്കുന്നു. പക്ഷെ ഡോക്ടർമാരുടെ സംശയം അതങ്ങനെ അല്ല എന്ന് തന്നെയാണ്. പൊതുവെ പറഞ്ഞാൽ ഈ അരളിപ്പൂവ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഉള്ളിൽ പോകുമ്പോൾ എങ്ങനെയാണത് മരണകാരണമാകുന്നത്, അല്ലെങ്കിൽ മരണകാരണമല്ലാതെ മറ്റ് അസ്വസ്ഥതകളിലേക്ക് മാത്രമായി നിലനിൽക്കുന്നതും? ഈ അരളിച്ചെടിയില് അരളിയുടെ ഇല, തണ്ട്, വേര് ഈ ഭാഗങ്ങളിലാണ് വിഷാംശം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. പൂവില് വിഷാംശം ഉണ്ടെങ്കിലും അത് നമ്മൾ മരണകാരണമാകാറില്ല.
ഇലയും തണ്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇല മാത്രം മതി ഒരു ജീവൻ കളയാൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അതില് നമ്മുടെ ഹൃദയത്തിന്റെ കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്ന ഹൃദയപേശികൾക്ക് ഹൃദയത്തിന്റെ ഫംഗ്ഷന് നിർത്താൻ കഴിവുള്ള ഒരു ഗ്ലൈക്കോസൈഡ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒലിയാൻഡ്രിൻ എന്ന ഒരു ഗ്ലൈക്കോസൈഡ് ഇതിലുണ്ട്. ഈ അരളിച്ചെടി മാത്രമല്ല, ഇതേ ഫാമിലിയിലുള്ള പൊതളം എന്ന് പറയുന്നൊരു ചെടി നമ്മൾ കുട്ടനാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു മരമാണ്. പൊതളത്തിന്റെ കായ കഴിച്ചാലും ഇതേ അവസ്ഥ തന്നെയാണ്. ഈ ഒതളങ്ങ സംബന്ധിച്ചൊക്കെ നമുക്കൊരു പക്ഷെ നേരത്തെ അറിയാം ഡോക്ടർ. പക്ഷെ അരളിപ്പൂവ് എന്ന് പറയുന്നത് പൂജയ്ക്കൊക്കെ മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ പല ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ ഉപയോഗിച്ചിരുന്ന ഒരു പൂവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇഷ്ടം പോലെ വീടുകളിലൊക്കെയും നട്ടു വളർത്തുന്ന വളരെ അധികം നന്നായി പൂത്ത് വരുന്ന ഒരു ചെടി കൂടിയാണ്. കുട്ടികൾക്കൊക്കെ ഒരു പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഒന്നും അറിയില്ല. ഇത് അത്തരത്തിൽ നോക്കിയാൽ വലിയ അപകടകരമല്ലേ? എന്റെ ഒരു അഭിപ്രായത്തില് ഇത് നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നതിന് തെറ്റില്ല. പക്ഷെ അത് കുട്ടികൾക്ക് ഒരു ധാരണ വേണം, ഇത് കഴിച്ചാൽ വിഷമുള്ളതാണ്. നമ്മളിപ്പോ ഗ്യാസ് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട്. ഗ്യാസ് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അപകടമാണല്ലോ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇത്. നമ്മൾ വീട്ടിൽ നട്ടു വളർത്തുന്നതിന് തെറ്റില്ല, പക്ഷെ ഇത് ഒരു കരുതലോടെ വേണം ചെടി നട്ടു വളർത്താൻ. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ. കൃത്യമായി ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട്. അരളിപ്പൂവ് വീട്ടിലുണ്ടെങ്കിൽ, അരളിച്ചെടി വീട്ടിലുണ്ട് എങ്കിൽ കൃത്യമായി ജാഗ്രത വേണ്ടതുണ്ട്. കാരണം അതിൽ അടിമുടി വിഷാംശമുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സസ്യശാസ്ത്രജ്ഞന്മാരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്.